ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ എൻ്റെ ഫൈവറിൻ്റെ പ്രൊഫൈൽ ക്രിയേഷൻ്റെ വീഡിയോ കണ്ടിട്ട് എല്ലാവരും പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തു എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ എങ്ങനെയാണ് ഫൈവറിൽ ഒരു ഗിഗ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് പറയാൻ പോണത്. അപ്പോൾ നമുക്കറിയാം ഫൈവർ എന്ന് പറയുന്നത് വളരെ വാസ്റ്റ് ആയിട്ടുള്ളൊരു വെബ്സൈറ്റാണ്. അപ്പോൾ അതിൽ ഒരുപാട് ഫ്രീലാൻസേഴ്സ് കുറേ ഗിഗുകൾ ക്രിയേറ്റ് ചെയ്തിട്ട് ഇരിക്കുന്നുണ്ട്. നമ്മൾ ഇപ്പോൾ ഒരു ഗിഗ് ക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടാസ്ക്കാണ്. കാരണം അതിൽ 10% മാത്രമേ നമുക്കതിൽ ജോബ് വരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ജോബ് പോവും. ഇപ്പോൾ ജനറൽ ആയിട്ടുള്ള ഒരു കാറ്റഗറിയിലൊക്കെ നമ്മൾ ഗിഗ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കായിരിക്കും ജോബ് പോകുന്നുണ്ടാവുക. അപ്പോൾ ഈ ഗിഗ് ക്രിയേഷൻ എന്ന് പറയുന്നത് ഇതിൽ ഈ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണിത്. അപ്പോൾ ഞാൻ നമ്മുടെ ഫൈവറിനെ കുറിച്ചിട്ട് കൂടുതൽ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് ഞാൻ കുറച്ച് വീഡിയോസ് വൈകാതെ ഓരോന്നായിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആ വീഡിയോസൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക, ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾ പറഞ്ഞ പോലെ ഞാൻ വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ആ ലിങ്കിലൂടെ ജോയിൻ ചെയ്തിട്ട് നിങ്ങളുടെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതുവഴി നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഗിഗ് ക്രിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫൈവറിൽ ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ ഗിഗ് ക്രിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതായത് നമ്മൾ വളരെ സെലക്റ്റീവായിട്ട് വളരെ യുണീക്കായിട്ട് നമ്മൾ നമ്മുടെ ഗിഗ് ക്രിയേറ്റ് ചെയ്യണം. അതിന് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ അത് എന്ത് സ്കില്ലാണ് നമ്മൾ അതിൽ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ സ്കില്ല് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും മേജറായിട്ടുള്ളൊരു പാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ജനറൽ കാറ്റഗറിയിൽ നമുക്കൊരു സ്കില്ല് വെറുതെ എടുത്തിട്ട് നമുക്കൊരു ഗിഗ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ ഈ ഫൈവറിൽ തന്നെ ഡാറ്റ എൻട്രിക്ക് ഒരുപാട് ഫ്രീലാൻസേഴ്സ്, നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫ്രീലാൻസേഴ്സ് ഉണ്ട്. അപ്പോൾ അവരെല്ലാവരും ഈ ഡാറ്റ എൻട്രിയിൽ ഒരു ഗിഗ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളും അതിനെ തന്നെ ഇപ്പോൾ നമുക്ക് ഡാറ്റ എൻട്രി ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മളും അതിനെ ബേസ് ചെയ്തിട്ടൊരു ഗിഗ് ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് പോകാനുള്ള സാധ്യത, സെല്ല് ചെയ്ത് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. ആദ്യം തന്നെ നമുക്ക് ഈ സ്ക്രീനിൽ കാണാം. അപ്പോൾ ഇതിൽ ഒരുപാട് അവർ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. പ്രോഗ്രാമിംഗ് ആൻഡ് ടെക്, ഗ്രാഫിക് ആൻഡ് ഡിസൈൻ, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, റൈറ്റിംഗ് ആൻഡ് ട്രാൻസ്ലേഷൻ. അപ്പോൾ അത് നോക്കിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണെന്നുള്ളത് അതിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്യാം. നമുക്ക് ഏത് ഭാഗത്താണ് നമ്മൾ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നത്, അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഒരു സ്കില്ല് ഒരു ഗിഗ് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് ഗിഗ് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ ഇതിൻ്റെ താഴെ തന്നെ നിങ്ങൾക്ക് കുറേ ഗിഗ്സ് കാണാം. ഓക്കെ, കുറേ പേര് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിച്ചാൽ തന്നെ കാണാം, വളരെ ചെറിയ കാര്യങ്ങൾ തന്നെ നമുക്കൊരു ഗിഗായിട്ട് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇതാ ഈ ഒരു ഗിഗ്, ഇപ്പോൾ അതിൽ കൊടുത്തിട്ടുണ്ട് ഐ വിൽ കൺവേർട്ട് PDF ടു വേർഡ്. അപ്പോൾ നമുക്കറിയാം PDF നിന്ന് വേർഡിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ കുറേ സോഫ്റ്റ്വെയർസ് അവൈലബിൾ ആണ്. അപ്പോൾ അതൊരു ഗിഗായിട്ടാണ് ഇട്ടിരിക്കുന്നത്. അവരുടെ പ്രൊഫൈലിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ, അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഐ വിൽ റിമൂവ് ദ ബാക്ക്ഗ്രൗണ്ട് ഓഫ് എനി 10 ഇമേജസ് ഇൻ 24 hours. അപ്പോൾ ഇങ്ങനെ റിമൂവിങ് ബാക്ക്ഗ്രൗണ്ട്, കൺവേർട്ടിങ് PDF ടു വേർഡ്, ഇതൊക്കെ ചെറിയ കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെയാണ് അവർ ഗിഗായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ വളരെ യുണീക്കായിട്ട് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഗിഗായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അതാണ് നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ടതെന്ന് പറയുന്നത്. അപ്പോൾ ഞാനും ഇപ്പോൾ ഇതേപോലെ തന്നെ ഇപ്പോൾ തുടങ്ങിയ സമയത്ത്, ഇപ്പോൾ ഫൈവറിൽ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അതിനു മുന്നേ അപ്വർക്കാണല്ലോ ചെയ്തിരുന്നത്. അപ്പോൾ അപ്വർക്കിലെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഞാനും ഗിഗ് ക്രിയേറ്റ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ജനറലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ഗിഗ് ക്രിയേറ്റ് ചെയ്തത്. അതിന് നല്ലൊരു പ്രൈസ് ടാഗും കൊടുത്തു. നമ്മുടെ അപ്വർക്കിൽ കിട്ടുന്ന ഒരു ഇത് വെച്ചിട്ട് ഒരു നല്ല പ്രൈസ് ടാഗും കൊടുത്തു. പക്ഷേ എന്താ സംഭവിച്ചത് വെച്ചാൽ ആരും കുറേ കാലം വെയിറ്റ് ചെയ്തു, പക്ഷെ ആരും അപ്രോച്ച് ചെയ്തില്ല. എൻ്റെ ഗിഗ് ഒന്നും സെല്ലായില്ല. അപ്പോൾ അതിന് ശേഷമാണ് ഞാൻ ഇതിൽ കൂടുതൽ റിസർച്ച് നടത്താൻ തുടങ്ങിയത്. അപ്പോൾ ഇതിലൂടെ ഞാൻ ഫൈവറിൽ തന്നെ പ്രൊഫൈലിൽ തന്നെ കയറി ഒരുപാട് ഗിഗ്സൊക്കെ നോക്കി, മറ്റുള്ളവരുടെയൊക്കെ ഗിഗും കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു. അപ്പം അങ്ങനെയാണ് എങ്ങനെയാണ് ഒരു ഗിഗ് ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ഐഡിയ എനിക്ക് കിട്ടിയത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പോൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ തന്നെ എക്സ്പീരിയൻസിൽ നിന്ന് നമുക്ക് ഗിഗ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇതിൽ തന്നെ ഒരു 2-3 ഗിഗ്സ് ഞാൻ അങ്ങനെ ക്രിയേറ്റ് ചെയ്തതാണ്. അപ്പോൾ എനിക്ക് തന്നെ ഇപ്പോൾ ഇടയിൽ ഒരു പ്രാവശ്യം എൻ്റെ ഫയല് കറപ്റ്റായി. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. ആ സിറ്റുവേഷനിലാണ്. അപ്പോൾ അതൊരു ഗിഗാക്കിയിട്ട് എന്തുകൊണ്ട് ഇട്ടുകൂടാ.
അപ്പോൾ ഇങ്ങനെയും പലരും ഉണ്ടാവും, ഇങ്ങനെ ഫയല് കറപ്റ്റായിട്ട് പെട്ടെന്ന് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരവസ്ഥ വരിക. അവർക്ക് എത്രയും പെട്ടെന്ന് അവരുടെ ഫയല് റിക്കവറായി കിട്ടണം എന്നുള്ളൊരു സ്റ്റേജിലായിരിക്കും. അപ്പോൾ അവർ ഇങ്ങനെ നമ്മൾ ഗിഗ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ നമ്മളെ അപ്രോച്ച് ചെയ്യും. അപ്പോൾ ആ സമയത്ത് അവരുടെ അത്യാവശ്യക്കാരാണെന്നുണ്ടെങ്കിൽ അവർ പൈസയൊന്നും നോക്കില്ല. അപ്പം നമ്മൾ എന്താ വെച്ചാൽ അപ്പോൾ അതിനനുസരിച്ചിട്ട് അവർ നമ്മളെ അപ്രോച്ച് ചെയ്യും. അപ്പോൾ നമ്മൾ അങ്ങനത്തെ സ്പെസിഫിക് ആയിട്ടുള്ളൊരു കാര്യങ്ങളാണ് നമ്മൾ ഗിഗായിട്ട് ഉണ്ടാക്കാൻ ശ്രമിക്കേണ്ടത്. അപ്പോൾ ഒരു ജനറലായിട്ടൊരു എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ പറഞ്ഞു തരികയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഈ അടുത്തൊരു ചെയർ വാങ്ങി. ഓക്കെ, അപ്പോൾ ഞാൻ ചെയർ വാങ്ങാൻ വേണ്ടിയിട്ട് കുറേ സെർച്ച് ചെയ്തു. അപ്പോൾ പലരും കുറേ പേര് ഇങ്ങനെ ചെയർ സെല്ല് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഇങ്ങനെ സെർച്ച് ചെയ്തപ്പോഴാണ് പിന്നെ ഓഫീസ് ചെയർസ് മാത്രം, അതിൻ്റെ സ്ട്രക്ചർ, കാര്യങ്ങൾ, ഇരിക്കുന്ന പൊസിഷൻ എല്ലാം ആ ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള രീതിയിൽ ഓഫീസ് ചെയർസ് ഉണ്ടാക്കി കൊടുക്കുന്ന ആൾക്കാർ. അപ്പോൾ അപ്പോൾ അതെനിക്ക് കുറച്ച് അട്രാക്റ്റീവായിട്ട് തോന്നി. അപ്പോൾ ഞാൻ അവരുടെ നിന്നാണ് ഞാൻ ചെയർ വാങ്ങിയത്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ സ്പെസിഫിക് ആയിട്ടുള്ള ഗിഗ്സ് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ അവർ അങ്ങനെ പറഞ്ഞുകൊണ്ട് അത് കുറച്ച് അട്രാക്റ്റീവായിട്ട് തോന്നിയതുകൊണ്ട് എനിക്ക് കുറച്ച് വിശ്വസിക്കാൻ പറ്റും തോന്നി. ആണെന്ന് തോന്നിയപ്പോൾ ഞാൻ അവരുടെ നിന്ന് വാങ്ങി. അപ്പോൾ അതേപോലെ നമ്മളും ഗിഗ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അങ്ങനത്തെ ഗിഗ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. മാക്സിമം അങ്ങനത്തെ ഇതാക്കുക. അപ്പോൾ നമ്മുടെ തന്നെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ എക്സ്പീരിയൻസ്, അപ്പോൾ അവരോടൊക്കെ ചോദിക്കുക. എന്നിട്ട് അങ്ങനെയുള്ള ഗിഗുകളാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കേണ്ടത്. അപ്പോൾ ഇനി ഞാൻ എങ്ങനെയാണ് ഗിഗ് ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് പറയാം. അപ്പോൾ ഞാൻ ക്രിയേറ്റ് എ ന്യൂ ഗിഗാണ് കൊടുക്കുന്നത്. ക്രിയേറ്റ് എ ന്യൂ ഗിഗ് കൊടുക്കുക. അപ്പോൾ ഞാൻ പോയതിപ്പോൾ ഗിഗ്സിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ സൈഡിൽ ക്രിയേറ്റ് എ ന്യൂ ഗിഗ് ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു പേജിലേക്കാണ് വരിക. അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ ഗിഗിന് ഒരു ടൈറ്റിൽ കൊടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് കൺവേർട്ട് വീഡിയോ ടു MP3 കൊടുക്കുകയാണ്. ഓക്കെ, മിനിമം 20 ക്യാരക്ടേഴ്സ് വരെ വേണം, മാക്സിമം 80 വരെ ആവാം. അപ്പം ഇനി കാറ്റഗറി കൊടുക്കുക. അപ്പോൾ ഞാൻ പ്രോഗ്രാമിംഗ് ആൻഡ് ടെക് കൊടുക്കുകയാണ്. അതിൽ പ്രോഗ്രാമിംഗ് ആൻഡ് ടെക്കിൽ ഓട്ടോമാറ്റിക്കലി കൺവേർട്ട് ഫയൽസ് ഉണ്ട്. ഇനി സർവീസ് ടൈപ്പ് കൺവേർട്ടിംഗ് ടു അനദർ ഫയൽ. ഓക്കെ, അപ്പോൾ ഇവിടെ കൺവേർട്ട് ഫ്രം, ഞാനൊരു വീഡിയോ ആയതുകൊണ്ട് ഞാൻ MP4 കൊടുത്തു. കൺവേർട്ട് ടു MP3. അപ്പോൾ സജസ്റ്റ്, അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എക്സ്ട്രാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ടാഗ്, അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, സെർച്ച് ടാഗ് കൊടുക്കുന്നത്. അപ്പോൾ കൺവേർട്ട് വീഡിയോ വെറുതെ നമുക്ക് വേണമെങ്കിൽ കൺവേർട്ട് എന്ന് കൊടുക്കാം. പിന്നെ കൺവേർട്ട് വീഡിയോ ടു ഓഡിയോ മതി. അപ്പോൾ ഇതൊരു സാമ്പിളാണ്. ഓക്കെ, അപ്പോൾ എന്നിട്ട് നമ്മൾ സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് പ്രൈസിങ് ആണ്. അപ്പോൾ ഇതിൽ 3 ലെവലുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. 3 ലെവല് എക്സാമ്പിൾ കാണിച്ചു തരാം. ഓക്കെ, നിങ്ങൾക്ക് ഇതിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ PDF കൺവേർട്ടിംഗ് PDF ടു വേർഡ്, ഇപ്പോൾ ഇവർ 3 ലെവൽ കൊടുത്തിട്ടുണ്ട്. ബേസിക് ലെവൽ, സ്റ്റാൻഡേർഡ് ലെവൽ, അതുപോലെ പ്രീമിയം. അപ്പോൾ ബേസിക് ലെവലിൽ 50 പേജ്, അതായത് 50 പേജസ് ഓഫ് PDF ഫയലിനെയാണ് കൺവേർട്ട് ചെയ്യണമെന്ന് വെച്ചാൽ $5 ആണ് അവർ ചാർജ് ചെയ്യുന്നത്. ഇപ്പോൾ സ്റ്റാൻഡേർഡ് ആണെങ്കിൽ 120 പേജസിന് $10, പ്രീമിയം 200 പേജസിന് $15. അപ്പോൾ ഇങ്ങനെയാണ് അവർ ചാർജ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആസ് എ ബിഗിനർ ഇപ്പോൾ ഞാനൊരു ബേസിക് മാത്രമേ ഞാൻ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഞാൻ തുടങ്ങിയപ്പോഴും ഞാനും ബേസിക് മാത്രമേ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഇനീഷ്യൽ സ്റ്റേജ് അല്ലേ. അപ്പോൾ ഞാനിവിടെ ഒരു $5 കൊടുക്കുകയാണ്. ഡിസ്ക്രൈബിങ് ദ ഡീറ്റെയിൽസ് ഓഫ് യുവർ ഓഫറിങ്. അപ്പോൾ നമ്മളിപ്പോൾ MP4 ടു MP3, പിന്നെ AVI ടു MP3. ഇപ്പോൾ കുറച്ച് ഡിസ്ക്രിപ്ഷൻസ് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, അവരുടെ ഡിസ്ക്രിപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്, എന്തൊക്കെയാണ് അവർ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ അത് കൊടുക്കുക.
ഇപ്പോൾ ഡെലിവറി ടൈം നമ്മൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ 1 ഡേ ഡെലിവറിയാണ് കൊടുക്കണമെന്ന് വെച്ചാൽ ഒരു ദിവസത്തിനുള്ളിൽ തന്നെ അത് പിന്നെ ചെയ്തു കൊടുക്കാൻ ശ്രമിക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ സ്കോറിനെ അത് ബാധിക്കും. ഇപ്പോൾ ഞാൻ 2 ഡേയ്സ് ഡെലിവറിയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് റിവിഷനാണ്. അതായത് നമ്മൾ എത്ര വട്ടം റിവൈസ് ചെയ്യാൻ റെഡി ആണെന്നുള്ളത്. ഇപ്പോൾ നമ്മുടെ വർക്ക് നമ്മൾ കൊടുത്തിട്ട് ഇപ്പോൾ അവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് വീണ്ടും അത് റിവൈസ് ചെയ്യാൻ പറയും. അപ്പോൾ നമ്മൾ എത്ര വട്ടം അത് റിവൈസ് ചെയ്യാൻ റെഡി ആണ് എന്നുള്ളതാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ഇവിടെ അൺലിമിറ്റഡ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ ഇനീഷ്യൽ സ്റ്റേജ് അല്ലേ, അപ്പോൾ ഞാനിവിടെ അൺലിമിറ്റഡ് ആണ് കൊടുക്കുന്നത്. ഇനി പ്രൈസ്, അപ്പോൾ ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ പ്രൈസ് എന്ന് പറയുമ്പോൾ നമ്മൾ ബിഗിനർ ആയതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ $5 ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഇതിനനുസരിച്ച് മാറ്റാം. നിങ്ങൾക്ക് വേണമെങ്കിൽ $10 ഒക്കെ കൊടുക്കാം, നിങ്ങളുടെ ഇഷ്ടം. പക്ഷെ ഞാൻ സജസ്റ്റ് ചെയ്യുക $5 കൊടുക്കാനാണ്. ഇപ്പോൾ ബിഗിനർ അല്ലേ, $5 നിന്ന് തുടങ്ങാം. പിന്നെ ഇപ്പോൾ വലിയ വർക്കൊക്കെ കിട്ടുകയാണ്, ഇപ്പോൾ മെയിനായിട്ട് ഇപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ക്ലയൻസും ഇത് കാണുമ്പോൾ $5 എന്നൊക്കെ പറയുമ്പോൾ കുഴപ്പമില്ല, ചീപ്പാണ്, നല്ലൊരു റേറ്റ് ആണെന്ന് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ നമ്മൾ അപ്രോച്ച് ചെയ്യും. ഇനിയിപ്പോൾ വലിയ വർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കസ്റ്റമായിട്ട് ഓഫർ അയക്കാവുന്നതാണ്. കസ്റ്റം ഓഫറിന് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ആ വർക്കിനനുസരിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ പ്രൈസ് മാറ്റി കൊടുക്കാവുന്നതാണ്. ഓക്കെ, ഇപ്പം നമുക്ക് $5 പറയും. ഇനി എക്സ്ട്രാ ഫാസ്റ്റ് ഡെലിവറി, അതായത് ഇത് എക്സ്ട്രാ സർവീസസ് ആണ്. അതായത് ഇപ്പോൾ ഇവിടെ 2 ഡേയ്സ് ഡെലിവറിയാണ് ഇപ്പോൾ നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ അത് വേണമെങ്കിൽ ഇപ്പോൾ 2 ഡേയ്സ് ഡെലിവറിക്ക് പകരം ഇപ്പോൾ 1 ഡേൻ്റെ ഉള്ളിൽ നമ്മൾ ഡെലിവറി ചെയ്ത് തരാം. പക്ഷെ നമ്മൾ ഇത്ര ചാർജ് ചെയ്യും, ഒരു $5 ചാർജ് ചെയ്യും. 2 ദിവസത്തിൻ്റെ ജോലി 1 ദിവസത്തിനുള്ളിൽ ചെയ്ത് കൊടുക്കാം, പക്ഷെ നമ്മൾ എക്സ്ട്രാ ചാർജ് ചെയ്യും. അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് വേണമെങ്കിൽ ഇവിടെ സ്പെസിഫൈ ചെയ്യാം. അതേപോലെ തന്നെ റിവിഷനും ഉണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ ഒരു വട്ടേ റിവൈസ് ചെയ്യുള്ളൂ. അത് 2 വട്ടം റിവൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അഡീഷണൽ നമുക്ക് ചാർജ് ചെയ്യാവുന്നതാണ് അതിന്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഇത് എക്സ്ട്രാ സർവീസസ് ഒന്നും ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ ഞാനിപ്പോൾ കൊടുക്കുന്നില്ല. ഓക്കെ, നമുക്ക് സേവ് ചെയ്യാം. ഓക്കെ, ഇനി ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ഗിഗ് ഡിസ്ക്രൈബ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഡിസ്ക്രിപ്ഷനാണ് ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം ഇത് എവിടെയാണ് വരിക എന്നുള്ളത്. അപ്പോൾ ഈ ഗിഗിൻ്റെ താഴെ ഈ മൈ സർവീസസ് എന്ന് പറഞ്ഞിട്ട് ഈ ഡിസ്ക്രിപ്ഷൻ, ഇതാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. അപ്പോൾ എന്തൊക്കെ നമ്മൾ ആ ഗിഗുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ ആ ഗിഗിനെ അങ്ങോട്ട് ഡിസ്ക്രൈബ് ചെയ്യാം, എന്തൊക്കെ സർവീസസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. കുറച്ച് കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ മിനിമം 120 വേർഡ്സ് എങ്കിലും വേണം, 120 ക്യാരക്ടേഴ്സ് വേണം. അപ്പോൾ മാക്സിമം 1200 വരെ ആവാം. ഇനി നമുക്കിവിടെ FAQs കൊടുക്കാം. അപ്പോൾ നമ്മൾ FAQ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലെ, ഇപ്പോൾ ഇവരിവിടെ FAQ കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇതേമാതിരിയാണ് വരിക. FAQs നമുക്ക് വേണമെങ്കിൽ ഇതേമാതിരി നമുക്കും കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതൊക്കെ ഈ ഗിഗ് ക്രിയേഷൻ്റെ സമയത്താണ് നമ്മൾ കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ തൽക്കാലം FAQ കൊടുക്കുന്നില്ല. നിങ്ങൾ ഗിഗ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളതൊക്കെ ആഡ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് ടെൽ യുവർ ബയർ വാട്ട് യു നീഡ് ടു ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പോൾ നമ്മുടെ റിക്വയർമെൻറ്റ് നമ്മൾ വീഡിയോ ഫയൽ ഓഡിയോ ഫയലായിട്ട് കൺവേർട്ട് ചെയ്യുന്ന പറയണം. അപ്പോൾ നമ്മുടെ റിക്വയർമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബയർ നമുക്കൊരു വീഡിയോ ഫയൽ തരണം കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ റിക്വയർമെൻറ്റ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ അതിവിടെ നമുക്ക് സ്പെസിഫൈ ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ ഇത് സേവ് ചെയ്യുക. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് തമ്പനെയിലാണ്. അതായത് നമ്മൾ നല്ലൊരു തമ്പനെയിൽ നമ്മുടെ ഗിഗിന് കൊടുക്കുക. തൽക്കാലം ഞാനിത് ഇങ്ങനൊരു തമ്പനെയിൽ കൊടുക്കുകയാണ്. ഓക്കെ, എന്നിട്ട് അപ്പോൾ തമ്പനെയിൽ ഫോട്ടോസായിട്ട് മാത്രമല്ല, നമുക്ക് വേണമെങ്കിൽ വീഡിയോ കൊടുക്കാം. ഗിഗുമായിട്ട് ബേസ് ചെയ്തിട്ട് വീഡിയോ കൊടുക്കാം, PDF ഫയൽസ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അതായത് PDF ഫയൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിനി നമ്മുടെ സർവീസ് എന്തൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നുള്ള സർവീസ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്കൊരു PDF കൊടുക്കാം. എന്നിട്ടിത് സേവ് ചെയ്യുക. അപ്പോൾ സേവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഗിഗ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഗിഗ് പബ്ലിഷ് ചെയ്യണം. നമ്മുടെ ഗിഗ് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ, നമുക്ക് ഗിഗ്സിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഗിഗ് നമ്മുടെ ഗിഗ് ഇവിടെ വന്നിട്ടുണ്ട്, പബ്ലിഷ് ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു ഗിഗ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ മാക്സിമം 7 ഗിഗ്സ് വരെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ
അപ്പം നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗിഗ്സ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ കഴിയുന്നതും നല്ല യുണീക്കായിട്ടുള്ള ഒരു സ്കില്ല് സെലക്ട് ചെയ്തിട്ട് അതൊരു ഗിഗായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ എന്നാലേ അതിന് പിന്നെ കൂടുതൽ അത് സെല്ല് ചെയ്ത് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇത് എൻ്റെ ഒരു സജഷനാണ്. ഇപ്പോൾ പലരും ഇതിൻ്റെ ഗിഗ് ക്രിയേഷൻ്റെ ബേസ് ചെയ്തിട്ട് പലർക്കും പല വ്യൂസ് ആയിരിക്കും. ഇപ്പോൾ ഇത് എൻ്റെ ഒരു വ്യൂ പോയിൻ്റാണ്. കാരണം ഞാനിങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ വളരെ യുണീക്കായിട്ട് ഗിഗ് ക്രിയേറ്റ് ചെയ്തിട്ട് എനിക്കിപ്പോൾ ചെറുതായിട്ട് എനിക്ക് വർക്കുകൾ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ എല്ലാവരും ഗിഗ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ തന്നെ ഗിഗ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കുക. പിന്നെ ഇതിൽ വല്ല ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പിലൂടെയും നിങ്ങൾക്ക് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ നല്ലൊരു ഗിഗ് ക്രിയേറ്റ് ചെയ്യുക, നല്ലൊരു കമ്പനിയിൽ കൊടുക്കുക, എന്നിട്ട് നിങ്ങളുടെ പ്രൊഫൈലിനെ ആക്റ്റീവ് ആക്കുക. അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, പിന്നെ മറക്കാതെ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.